بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وأولو الأرحام بعضهم أولى ببعض في كتاب الله ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അവൻ ഹിദായത്ത് നൽകാത്ത ഒരാളും ഹിദായത്തിലാവുകയില്ല. അവൻ ഭക്ഷണം കൊടുക്കാത്ത ഒരാൾക്കും ഭക്ഷണം ലഭിക്കുകയില്ല. അവൻ വസ്ത്രം നൽകാത്ത ഒരാളും വസ്ത്രം ധരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും നമുക്ക് തന്ന അളവറ്റ കരുണാമയനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നാം നിരന്തരമായി ISMൻ്റെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ഒരു ഇസ്ലാമിക പഠനവേദിയാണ് ഈ വിജ്ഞാനവേദി. ധാരാളക്കണക്കിന് വിഷയങ്ങൾ നിരന്തരമായി നാം ചർച്ച ചെയ്ത ഒരു മഹത്തായ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ വിജ്ഞാനവേദികൾ. നമ്മുടെ ഒരു പക്ഷേ വിജ്ഞാനവേദികളുടെ തുടക്കക്കാർ നമ്മളായിരിക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നോട്ടീസിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ബന്ധങ്ങളുടെ പവിത്രത എന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഇത്തരം ഒരു വിഷയത്തെ നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ വിശാലമായി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു വിജ്ഞാനവേദി കൊണ്ട് അവസാനിക്കുന്നതല്ല, ബന്ധങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് പറയാൻ ധാരാളക്കണക്കിന് ക്ലാസുകൾ ആവശ്യമാകും വിധം ഈ വിഷയം ആശയപരമായ അങ്ങേയറ്റത്തെ വിശാലതയുള്ളതാണെന്ന് ഇതിനു വേണ്ടി വായിക്കാനിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധം എന്ന് പരിചയപ്പെടുത്തിയത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ആ ഒരു വശത്തിന് ഊന്നൽ നൽകി ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, വാഹനങ്ങൾ ഓടാത്ത ഒരു അവധി അല്ലെങ്കിൽ ഒരു ഹർത്താലിൻ്റെ ദിവസമായിട്ടും നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ പങ്കെടുത്തു. ഈ സാന്നിധ്യവും എൻ്റെ ഈ സംസാരവും എല്ലാം ഒരു പുണ്യപ്രവർത്തനമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.
സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ആശങ്കകളുണ്ടോ ആ ആശങ്കകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിഹാരവും മനസ്സിൽ വരിക. ഒരു രോഗത്തെക്കുറിച്ച് ഭയം തോന്നുമ്പോൾ അതിന് ചികിത്സയുണ്ടല്ലോ എന്ന ഒരു പരിഹാരബോധം മനസ്സിൽ എന്ത് ചെയ്യുമെന്നറിയോ, ആ ആശങ്കയെ അകറ്റും. എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്താണല്ലോ ആശുപത്രി, മനസ്സിനൊരു സമാധാനം ചിലപ്പോൾ ആ സന്ദർഭത്തിൽ കിട്ടിയേക്കാം. ഏതിനും പരിഹാരമാണ്. വീട്ടിൽ പെട്ടെന്നൊരു ദാരിദ്ര്യം വന്നാൽ ഇവിടെ എനിക്ക് പെട്ടെന്ന് എടുത്ത് വിൽക്കാൻ പറ്റിയ എൻ്റെ മുറ്റത്ത് എൻ്റെ പറമ്പിലുള്ള കുറച്ച് മരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു പരിഹാരം മനസ്സിൽ വരുമ്പോൾ പ്രശ്നത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരു ചെറിയ സമാധാനം, ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവൻ്റെ രക്തബന്ധത്തിലും അതേപോലെ തന്നെ വിവാഹ ബന്ധത്തിലുമായി വിവിധങ്ങളായ സ്ഥലങ്ങളിലും അയൽപക്കത്തും നിറഞ്ഞു നടക്കുന്ന, നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ചോരയൊത്ത നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും, പ്രത്യേകിച്ച് ആദർശപരമായൊരു ബന്ധം കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കുറച്ച് ആളുകൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാനൊരു ധൈര്യമാണ് സഹോദരങ്ങളെ. അതൊരു വലിയ ധൈര്യം തന്നെയാണ്. അള്ളാഹു വെറുതെയല്ല ഇതിനൊക്കെ ഇത്ര വലിയ മഹത്വവും പ്രാധാന്യവും കൊടുത്തത്. പക്ഷേ ആ വില നമ്മൾ മനസ്സിലാക്കിയോ എന്ന ഒരാത്മപരിശോധന ഈ വിഷയങ്ങൾക്കിടയിലൂടെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് മക്കളില്ലാത്തവർ ഇത്ര വേവലാതിപ്പെടാൻ? ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ പരിചയപ്പെട്ടൊരു സുഹൃത്ത്, ഏകദേശം 30-31 വയസ്സായ ഒരാൾ, 3 വർഷമേ വിവാഹം കഴിഞ്ഞിട്ടാൾ, കുട്ടികളില്ല, സന്താനമില്ല. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവൻ അവതരിപ്പിക്കുന്നത്. പല കാരണങ്ങളും അതിൻ്റെ പേരിൽ അവന് പറയാനുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഒരു കുട്ടിയില്ലാത്തതിന് ഇത്രമാത്രം വിഷമം അനുഭവിക്കുന്നു എന്നതിന് പല ഉത്തരങ്ങളുമുണ്ട്. ഒന്ന് ഭാര്യനോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കും, കുട്ടികളിലല്ലേ? അപ്പോൾ അവൾക്കത് ഒരാളൊരു ദിവസം ചോദിച്ചാൽ പിന്നെ അന്ന് രാത്രി ഉറക്കല്ല. അപ്പോൾ എൻ്റെ പ്രശ്നത്തിലേറെ എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് കുട്ടികളില്ലാത്തതിലുള്ള എനിക്കൊരു പ്രശ്നം. പിന്നെ ചിലപ്പം എന്ന് ചോദിച്ചാൽ ഏറ്റവും എൻ്റെ ഉമ്മനെ എന്നെ പരിഹസിക്കും. ഭാര്യനെ ഒക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറയും, പ്രസവിക്കാത്തവളാണ് നിൻ്റെ ഭാര്യ എന്ന് അർത്ഥം വരുന്ന പദപ്രയോഗങ്ങളിലൂടെ എൻ്റെ ഭാര്യയെ ഉമ്മ വിളിക്കും, പേര് വിളിക്കും. അപ്പോൾ പരിഹാസങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അതിലുപരി മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു സംരക്ഷണത്തിന് ആരുണ്ടാവുമെന്ന ഒരു ചോദ്യം. അത് എല്ലാവരെയും അലട്ടിയ പ്രശ്നമാണ്. അത് സഹോദരങ്ങളെ അള്ളാഹുവിൽ പരമേൽപ്പിക്കാഞ്ഞിട്ടോ തവക്കുലില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങനെ ഈ പ്രവാചകന്മാർ പ്രാർത്ഥിക്കില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാർദ്ധക്യത്തിൻ്റെ ഘട്ടത്തിൽ പോലും പ്രാർത്ഥിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞതാണ്. റബ്ബിലാ തദർനി ഫർദൻ, അള്ളാഹുവേ നീ എന്നെ ഒറ്റക്കിടരുത്, നീ എൻ്റെ ഒറ്റക്കിടരുത് നാഥ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ബന്ധങ്ങൾ, മക്കളെപ്പോലെ ബന്ധമില്ലല്ലോ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ഒരു മകനുണ്ടെങ്കിൽ, ഒരു മകളുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് അത്രയും സുരക്ഷിതത്വ ബോധം ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. പക്ഷേ നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലവും സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്നതാണ് മക്കൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ. നമുക്കറിയാം. ഞാൻ വിശദീകരിക്കാതെ തന്നെ അനുഭവങ്ങളിൽ ഈ കേൾക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ എന്താണ് സഹോദരങ്ങളെ അവസ്ഥ? ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ ബന്ധങ്ങളെ വേർപ്പെടുത്താനും ബന്ധങ്ങളെ അകറ്റാനും നിരന്തരം ഫോൺ വിളികളും സംസാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അടുപ്പിക്കുന്ന ഒരു വാക്കിനേക്കാളും പറയാൻ ആളുകൾക്കിഷ്ടം അകറ്റുന്ന വാക്കാണ്. 2 കുടുംബങ്ങളെ തമ്മിൽ ഇണക്കാൻ വേണ്ടി സംസാരിക്കുന്നതിനേക്കാളും ആളുകൾക്കിഷ്ടം പിണക്കുന്നതാണ്. എവിടെയെങ്കിലും സംശയമുണ്ടാക്കുന്ന ഒരു വാക്കോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമോ നടത്തി അടുത്തുള്ളവരോ അകലെയുള്ളവരോ ആയ ബന്ധുക്കളിൽ സംശയം സൃഷ്ടിച്ച് ശത്രുത വളർത്തി രഹസ്യമായും പരസ്യമായും കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഒരുപക്ഷെ ഒരു ജീവിതം, ഒരായുഷ്കാലം തന്നെ ബന്ധങ്ങളെ വിച്ഛേദിക്കുവാനും ബന്ധങ്ങൾക്കെതിരെ സമരം ചെയ്യുവാനും ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇന്ന് കാണാൻ പറ്റും. പക്ഷേ എത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്? നോക്ക്, നിങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമാണോ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവനും അവർക്ക് ലഭിക്കുകയില്ല. എന്തിനാ ഇസ്ലാം അങ്ങനെ വെച്ചത്? പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് അവിടെ സ്വത്ത് മുഴുവൻ കിട്ടൂല. ആ സ്വത്ത്
മറ്റ് അസബയായിട്ടുള്ള ബന്ധുക്കളോടൊപ്പം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതെന്തിനാ സുരക്ഷിതത്വമാണ് അവിടെ പ്രശ്നം. അതായത് എനിക്ക് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ പെൺകുട്ടികൾ അനാഥമായി തീരാതിരിക്കാൻ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ എൻ്റെ സ്വത്തിൽ പങ്കാളികളാക്കുകയാണ്. പടച്ചോനറിയും എൻ്റെ സ്വത്തിൽ പങ്കാളികളാകുമ്പോഴാണ് അവരെൻ്റെ ഏറ്റവും ബന്ധുക്കളാണെന്ന് തെളിയിക്കപ്പെടുന്നത്. എൻ്റെ അനന്തരമെടുക്കാൻ മാത്രം അവർ എനിക്ക് ബന്ധപ്പെട്ടവരാണെങ്കിൽ എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ അവർ എത്ര ബാധ്യസ്ഥരാണ് എന്നതാണ് അവിടുത്തെ തത്വം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹിഖുൽ ഫറാഇല ബിഅഹ്ലിഹ, അനന്തരാവകാശ സ്വത്തുക്കൾ ആരാണോ അവകാശികൾ അവർക്ക് കൊടുക്കണം. ഫമാ ബഖിയ, എന്നിട്ട് ആ അനന്തരാവകാശയുടെ വിഹിതം കഴിഞ്ഞിട്ട് ബാക്കിയാകുന്നത് ആർക്ക് കൊടുക്കണം? ഫഹുവലി ഔലാ റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത ബന്ധുവിന്, ഏറ്റവും ആ മരിച്ചാളുടെ ഏറ്റവും അടുത്ത പുരുഷനായ ബന്ധുവിനെ കൂട്ടിയിട്ടാണ് ആ സ്വത്തിൽ പങ്കാളിയാക്കേണ്ടത് എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബന്ധങ്ങൾ എവിടെയുണ്ടോ അതൊരു വാക്ക് കൊണ്ട് യോജിപ്പിക്കാൻ പറ്റുമോ നമ്മൾ യോജിപ്പിച്ചോളി. കാരണം എന്താ അറിയോ? നമ്മുടെ സുരക്ഷിതത്വം അവിടെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, തെറ്റിദ്ധരിക്കാത്ത, ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ടോ അത്ര ധൈര്യം ഈ സമൂഹത്തിൽ ജീവിക്കാനുണ്ടാവും. അത് കുടുംബങ്ങൾ മാത്രമല്ല. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഇവിടത്തേത് മാത്രമല്ല, ഏതൊരു പ്രദേശത്തെയും തൗഹീദ് പ്രബോധനത്തിന്റെ ആദ്യഘട്ടം ഒറ്റപ്പെടലാണ്. സമൂഹത്തിലെ 2, 3, 4 ആളുകൾ ഉണ്ടാവും, അവരെ കൂടെ ആരുണ്ടാവും. ഇന്നും അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. വേദനകൾ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. ഒരാൾ സഹായിക്കാനില്ല, തനിക്ക് അനുകൂലം പറയാനില്ല, തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളും ദുഷ്പ്രചാരണങ്ങളും നടത്തുമ്പോൾ തിരുത്താൻ ആളില്ല. വലിയ ഒരു നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന തൗഹീദിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന സലഫി പ്രവർത്തകന്മാരുണ്ട്. എൻ്റെ സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ആദ്യഘട്ടത്തിൽ മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പള്ളിയിൽ അനുവാദമില്ല. ആദ്യഘട്ടങ്ങളിൽ മരിച്ചോടത്തുകാരും വരുന്നില്ല. എന്തൊക്കെ പ്രതിസന്ധികളാണ്. എന്നാൽ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരുന്നു, കുടുംബങ്ങൾ കൂടി വരുന്നു. 40, 50, 100 കുടുംബങ്ങളായി നമ്മുടെ പ്രബോധന രംഗം വിജയിച്ച് വരുമ്പോൾ, നാം ഒരു കൂട്ടായ്മയായി മാറുമ്പോൾ എന്തുണ്ടാകുന്നു? പിന്നെ പ്രശ്നമില്ല. പിന്നെ പള്ളിക്ക് നമ്മൾ ചെന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നിസ്കരിക്കാൻ സ്വാതന്ത്ര്യം, അവിടെ മറവ് ചെയ്യാൻ സ്വാതന്ത്ര്യം, എന്തിനും സ്വാതന്ത്ര്യം. എന്തേ? ഒരു വലിയ ശക്തി, കൂട്ടായ്മ, അതൊരു ബലം തന്നെയാണ്. അതിൽ യാതൊരു സംശയ കാര്യത്തിലില്ല. അതിൻ്റെ കുടുംബത്തിൻ്റെ പേരിലായിരുന്നാലും, ആദർശത്തിൻ്റെ പേരിലായിരുന്നാലും, ഒരു പാർട്ടിയുടെ പേരിലായിരുന്നാലും, ആത്മാർത്ഥമായ ഒരേ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ജനക്കൂട്ടം വളരെ വലുതാണ്. അതിനെന്തു വേണം? ബന്ധങ്ങളെ സ്ഥാപിക്കണം. വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും പിണക്കിയിട്ട് എന്തു കാര്യം? എത്ര ആളുകളെ, സഹോദരങ്ങളെ, ഒരൊറ്റ മാലമുത്തു പോലെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെ വിജയമുള്ളൂ. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. ഏറ്റവും നല്ല ബന്ധങ്ങളായി എങ്ങനെ ഒരു ഭിത്തിയിലെ കല്ലുകൾ ഏതുമാത്രം, ഇഷ്ടികകൾ ഏതുമാത്രം ചേർന്ന് നിൽക്കുന്നുവോ, എന്തുമാത്രം ഒന്ന് ചേർന്ന് നിൽക്കുന്നുവോ, വിടവില്ലാതെ ചെറിയൊരു പ്രശ്നം അടിയിൽ പറ്റിയാൽ മുകളിൽ ചുമര് വളഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം പോലും ഇല്ലാതെ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകണം. ആ ഒരു ഐക്യപരമായ കൂട്ടായ്മയെ, ബന്ധത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരൊറ്റ ഹദീസ് വായിച്ചാൽ മതി സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാകും. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. നമ്മളൊക്കെ സഹോദരന്മാരാണ്. സഹോദരങ്ങളെ, സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാതാവിന്റെ ഉദരം പങ്കിട്ടവർ, ഒരേ ഉമ്മയുടെ വയറ്റിൽ കിടന്നവർ. അതുപോലെയുള്ള ബന്ധം മുസ്ലിം എന്ന് പറയുന്ന ആദർശത്തിന്റെ പേരിൽ നമ്മൾ തമ്മിലുണ്ട്. എന്നിട്ട് ആ ബന്ധത്തിന്റെ മഹനീയതയെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച മാർഗം നോക്കൂ നിങ്ങൾ. ലാ യസ്ലിമുഹു വലാ യുസ്ലിമുഹു എന്നാണ്. ഒരാൾ ഒരു അക്രമവും അവരോട് പ്രവർത്തിക്കൂല. സഹോദരങ്ങളെ, എത്ര കാലം നമ്മൾ ഒന്നിച്ചു ജീവിച്ചാലും മനഃപൂർവ്വം ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടോ തൻ്റെ സഹോദരനായ മുസ്ലിമിനെ ഒരു ഉപദ്രവവും. നമ്മളിവിടെ 10-50 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. നമ്മളിൽപ്പെട്ട ഒരാളെ കുറിച്ച് ഒരാക്ഷേപം, അവൻ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ദ്രോഹം എന്നോട് ചെയ്തു എന്ന് പറയാൻ നമുക്കില്ലാതിരിക്കുക. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ നിർദ്ദേശങ്ങളാണ് സഹോദരങ്ങളത്. വമൻ കാന ഫീ ഹാജതി അഖീഹി, നോക്കൂ നിങ്ങൾ പറയുന്നത്, വമൻ കാന ഫീ ഹാജതി അഖീഹി, തൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യം ഒരാൾ നിർവഹിച്ചു കൊണ്ടിരുന്നാൽ എന്താ ആവശ്യപ്പെടുന്നത്? ഏത് സമയത്തും ഞാൻ മറ്റൊരുത്തൻ്റെ കാര്യത്തിൽ, അവൻ എൻ്റെ കാര്യത്തിൽ. സഹോദരങ്ങളെ, എന്തായിരിക്കും ആ ബന്ധത്തിൻ്റെ അവസ്ഥ നോക്കുങ്ങൾ? എല്ലാവരുടെ കാര്യവും നമുക്ക് അവനവൻ്റെ കാര്യം പോലെയാണ്. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, അല്ലാഹു അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്.
നമ്മളൊരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുത്തൻ്റെ കടത്തിൽ നാം പങ്കാളിയായാൽ, ഒരുത്തൻ്റെ വേദനയിൽ നാം പങ്കാളിയായാൽ, രോഗത്തിൽ നാം പങ്കാളിയായാൽ, വിശപ്പിൽ നാം പങ്കാളിയായാൽ, ദുഃഖത്തിൽ നാം പങ്കാളിയായാൽ, നമ്മുടെ ദുഃഖത്തിൽ അള്ളാഹു പങ്കാളിയാകും, നമ്മുടെ വിശപ്പിൽ അള്ളാഹു പങ്കാളിയാകും, നമ്മുടെ രോഗത്തിൽ അള്ളാഹു പങ്കാളിയാകും, നമ്മുടെ വേദനയിൽ അള്ളാഹു പങ്കാളിയാകും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വേദന ഒരു മുസ്ലിമിന് നീക്കിക്കൊടുക്കാനായാൽ, ഒരുത്തന്റെ മനപ്രയാസം നീക്കിക്കൊടുക്കാൻ പറ്റും സഹോദരങ്ങളെ. ഒരാളുടെ വേദന അയാൾ വിചാരിച്ചാൽ നീങ്ങൂല, പക്ഷെ വേറുള്ളവർ വിചാരിച്ചാൽ നീങ്ങും. എനിക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി എന്തെങ്കിലും ഒരു സഹായം മറ്റൊരുത്തിനോട് ചോദിക്കേണ്ടി വന്നാൽ എനിക്കത് പ്രയാസമാണ്. കാരണം എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കൈനീട്ടണ്ടേ, പക്ഷെ എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് കൈനീട്ടാം, എൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് കൈനീട്ടാം, നിങ്ങളുടെ കാര്യം പറഞ്ഞ് എനിക്ക് കൈനീട്ടാം. അവിടെ ഇനി പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരുത്തൻ ഇടപെടുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തത്. നരകത്തിന്റെ തീഷ്ണതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അവൻ വിശ്വാസിയായിരുന്നില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞു പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ മേൽ അവൻ പ്രേരണ നൽകിയിരുന്നില്ല. സഹോദരങ്ങളെ, മറ്റുള്ളവന്റെ വിഷമങ്ങൾ നീക്കിക്കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റും. മിൻ ഖുർബാത്തി യൗമിൽ ഖിയാമ, പരലോകത്ത് വരാനിരിക്കുന്ന വിഷമങ്ങളെ അള്ളാഹു നീക്കി തരും. നോക്കൂ നിങ്ങൾ, അതിലേറെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടൽ എപ്പോഴറിയോ? ബന്ധങ്ങൾ തകരാറായാൽ എപ്പോഴാണ് സഹോദരങ്ങളെ? ഒരുത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ തീർന്നു. മനസ്സിലായി? ഇന്നെ പരിചയമുള്ള ഒരുത്തനോട് എന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. അതുകൊണ്ട് ഇതേ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു നോക്കി നിങ്ങൾ, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതയെ ഒരാൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ നമ്മൾ മാനം കെടുന്ന സന്ദർഭം വരാണ്ട് സഹോദരങ്ങൾ. ആൾക്കാരൊന്നും കാണാതെ ഇവിടെ കൊണ്ടു നടന്ന പാപങ്ങളുടെ കുപ്പായം നാളെ പരലോകത്ത് അഴിക്കപ്പെടുമ്പോൾ, നാളെ ഇന്ന തെറ്റുകൾ ചെയ്തവരാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കപ്പെടുമ്പോൾ മാനം കെടാതിരിക്കാൻ പടച്ചോൻ നമുക്ക് മറണ്ടാക്കി തരും. നമ്മളുടെ അപമാനത്തിന് അള്ളാഹു മറ സൃഷ്ടിക്കും. അവിടുന്ന് അള്ളാഹു മോചിപ്പിച്ചു തരും. ചെറിയ ഓഫറല്ല സഹോദരങ്ങൾ അതൊക്കെ. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ പരസ്പര സഹോദരങ്ങളായ അടിമകളായി തീരുക എന്നാണ്. സഹോദരങ്ങളെ, എത്ര വലിയൊരു ബന്ധത്തിനുള്ള പ്രോത്സാഹനങ്ങളെക്കുറിച്ച് പറയാനാണ്. ഈ ബന്ധം എത്രത്തോളം വളരുന്നവരെങ്ങൾ, ഈ ബന്ധവും സുരക്ഷിതത്വവും എത്രത്തോളം വളർന്നു ചോദിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ മദീനത്ത് അൻസാരികൾ വന്ന സംഭവത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബന്ധത്തിൻ്റെ ആഴം എത്രയെന്ന് വെച്ചാൽ, സ്വന്തം സ്ഥലം, അതായത് മക്കൾക്കൊക്കെ അനന്തരാവകാശത്തിലേക്ക് കിട്ടിയ സഹോദരങ്ങളെ, സ്വഹാബത്ത് പറഞ്ഞ സ്വന്തം സ്ഥലം പകുതി മുറിച്ചിട്ടാണ് കൊടുക്കുക. ഇവിടെ നീ താമസിച്ചോ, അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവനവൻ്റെ കാര്യത്തെക്കാളും പ്രാധാന്യം മറ്റുള്ളൊരു മുസ്ലിമിൻ്റെ കാര്യത്തിന് നൽകുന്ന പ്രായോഗികവും യാഥാർത്ഥ്യവുമായ ചരിത്രം ഇസ്ലാമിന് പറയാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ? ഞാൻ എന്തെങ്കിലും തമ്മിലുള്ള ബന്ധം വളർന്നു വന്നാൽ എത്രത്തോളം വളരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുരക്ഷയാണ് ബന്ധങ്ങളുടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തമാശ പറയുമ്പോഴും കൂടി ആലോചിക്കുക, ഒരു ബന്ധം മുറിഞ്ഞു പോകണ്ടാന്ന് തമാശ പറയുമ്പോഴും കൂടി നമ്മൾ ആലോചിക്കണം. പിന്നെ സഹോദരങ്ങളെ, വലിയ മനസ്സമാധാനം കിട്ടും. ഞാൻ പറഞ്ഞത്, നമ്മളേറ്റ് സ്നേഹത്തിൽ നിൽക്കേണ്ട ഒരാൾ പിണങ്ങിയാൽ ജീവിതത്തിൻ്റെ സമാധാനം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഒരു ഭാര്യയെ നമ്മൾ തൊലാക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ നമ്മളൊരു ജ്യേഷ്ഠനോടോ അനുജനോടോ തെറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയോട് ഒരു തർക്കം വേണ്ടി വന്നു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നൊരു ബന്ധം അറ്റുപോയാൽ ആ അറ്റുപോയ ബന്ധത്തിൻ്റെ മുറിവിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ തുടരും സഹോദരങ്ങളെ. ഒരു രോഗത്തിൽ കിടക്കുമ്പോഴും മരിക്കാൻ കിടക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഒരു വേദന മനസ്സിൽ നീട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബന്ധം മുറിയാൻ എളുപ്പമാണ്. ബന്ധം മുറിയാൻ വലിയ പ്രയാസം. ഒന്ന് ദേഷ്യം പിടിച്ചാൽ മതി ഒരു ബന്ധം മുറിയാൻ, ഒരു ചീത്ത വാക്കുമതി ഒരു ബന്ധം മുറിയാൻ. സഹോദരങ്ങളെ, കൂടെ നടക്കുന്നവരുടെ തെറ്റായ പ്രേരണകളും പ്രചോദനങ്ങളും മതി ഒരു ബന്ധം മുറിയാൻ. പക്ഷേ അറ്റുപോയ ബന്ധത്തിൻ്റെ വേദനകൾ മാറാൻ ഒരു പക്ഷേ ഒരു ആയുസ്സിൻ്റെ കാലം പിന്നിട്ടാലും മാറിപ്പോവില്ല. അതുകൊണ്ട് എന്തായാലും എവിടെയും ഒരു ബന്ധം അറ്റുപോകാതിരിക്കാൻ എന്തു വില കൊടുത്തും നാം പരിശ്രമിക്കണം. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് ബന്ധങ്ങളുടെ വിച്ഛേദങ്ങൾ. ഖത്ഉർ റഹം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചാൽ. വാപ്പനോടൊക്കെ തെറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ സഹോദരങ്ങൾക്കൊക്കെ മനസ്സമാധാനമുള്ളത് ജീവിതത്തിൽ? സ്വന്തം വാപ്പനോട് തെറ്റി ജീവിക്കുന്ന ആൾക്കാർ ഒരൊക്കെ കഥ എന്തേകാരം ജീവിതത്തിൽ
എന്ത് ജീവിത സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ആ വാപ്പ അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ദിവസം ജീവിതത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സുദിനമായിരിക്കുമെന്ന് സംശയമില്ല കാര്യത്തിൽ. അങ്ങനത്തെ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട അവർണ്ണനീയമായ നിമിഷങ്ങൾ ഒരുപക്ഷെ സഹോദരങ്ങളെ നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഒരു ബന്ധം കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. ഒരു മുസ്ലിമിന് രണ്ട് ലോകത്തും പ്രയോജനമാണ്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും. എൻ്റെ പരലോകത്തേക്ക് ഒരു നന്മ അയാൾ ഉണ്ടാക്കി തരും. ആത്മാർത്ഥമായൊരു കൂട്ടുകെട്ടുള്ള ഒരാൾ എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തരും. സഹോദരൻ, അത് പറയുന്നതിൽ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം നമ്മളെ തെറ്റുകളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിലും അത് വേറെ ഒരാൾ നമ്മളോട് ഇങ്ങനൊരു അപാകത താങ്കൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു തരുമ്പോൾ എന്താ അറിയോ, അത് നമ്മൾ തിരുത്തും. അത് സ്വന്തം ഭാര്യ പറഞ്ഞാൽ പോലും. ഇപ്പം എന്താ ഇപ്പം നിങ്ങൾക്ക് നിസ്കാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കുറവുണ്ടോ എന്നൊരു ചോദ്യം ഭാര്യ ചോദിച്ചാൽ സഹോദരങ്ങളെ അത് അടുത്ത നിസ്കാരത്തിൽ പ്രതിഫലിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ചെലവഴിക്കണോടത്തൊന്നും ഒരു നിയന്ത്രണമല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ സുഹൃത്ത് ചോദിച്ചാൽ അത് പരിഹരിക്കും. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. ഒരാളുടെ ഒരു കല്യാണ സംബന്ധമായ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കാര്യത്തിൽ ഒരു ഇസ്ലാമികിന് യോജിക്കാത്ത കാര്യമെന്ന് കണ്ടപ്പോൾ ഞാൻ സന്ദർഭവും സമയവും അയാളുമായുള്ള ബന്ധമൊന്നും ആലോചിക്കാതെ, എനിക്ക് ഏറ്റവും ബന്ധമുള്ള ആളാണ്, ഞാൻ വളരെ ശക്തമായി അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ആ സംസാരിച്ച സംസാരം എന്നോടൊരു വിരോധമായി എടുക്കല്ല അദ്ദേഹം ചെയ്ത്. അദ്ദേഹം അതേപടി കണ്ട് എടുത്തു എന്ന് മാത്രമല്ല, ആ സമയത്തുള്ള ചടങ്ങ് നടന്നു എന്നല്ലാതെ അതിനുശേഷമുള്ള മുഴുവൻ ചടങ്ങുകളിലും ഇസ്ലാമികമായി ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ആ പറഞ്ഞത് പ്രകാരം അങ്ങോട്ട് ചെയ്തു. സഹോദരങ്ങളെ, ഒരു ബന്ധം കൊണ്ടാണ് കിട്ടിയത്. ആ ഒരു ബന്ധം കൊണ്ട്, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് പറഞ്ഞാൽ അത് പാലിച്ചേ പറ്റൂ എന്ന് അയാൾക്കും നിർബന്ധമുണ്ട്. അവിടെ നടന്നാലേ ഏതൊരു ബന്ധവും പരലോകത്തും ഇഹലോകത്തും നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നീ മുന്നറിയിപ്പ് നൽകിയൊക്കെ നബി എന്നാണ്. നബി സ്വല്ലല്ലാഹു ലോകത്തിന് മുഴുവൻ അയച്ച പ്രവാചകനാണെങ്കിലും സ്വന്തം കുടുംബക്കാരോട് പറയാൻ പ്രത്യേകം എന്തിനാ അല്ലാഹ് പറഞ്ഞത്? സഹോദരങ്ങളെ, കുടുംബം ഉണ്ടെങ്കിൽ ഒരു ബാധ്യതയുണ്ട്. ഒരു ബന്ധം ഞാനും നിങ്ങളുമായി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബാധ്യത നമുക്ക് വന്നു. പരലോകത്ത് അയാളുടെ കാര്യത്തിൽ രക്ഷ കിട്ടാൻ ഒരു പരിശ്രമം, ഇഹലോകത്തിൽ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ പരിഹരിക്കാൻ. ബന്ധമുള്ളവൻ രോഗിയായാൽ സന്ദർശിക്കാൻ കടമയുണ്ട്. ബന്ധമുള്ളവൻ വഴിപിഴച്ചാൽ അവനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കടമയുണ്ട്. ഏതൊരു ബന്ധവും രണ്ട് ഗുണങ്ങൾ നമുക്കുണ്ടാകും. സഹോദരങ്ങളെ, ബന്ധം സ്ഥാപിച്ചാലേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉദാഹരണം പറയുന്നത്, ഞങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ എന്നും കാണും 8-9 കൊല്ലം ഒരേ ആൾക്കാരെ കാണും. അപ്പം നമ്മൾ കാണുമ്പോൾ എന്താണ്, ഒരു പേര് ചോദിച്ച്, നാട് ചോദിച്ച്, ജോലി ചോദിച്ച്, എവിടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യണു, എന്നും ഈ ബസ്സിന് കാണാലോ, എന്ന് ഈ ട്രെയിനിൽ കാണാലോ എന്ന് ഒരു വാക്ക് പറഞ്ഞ് പരിചയപ്പെട്ടില്ലെങ്കിൽ എന്താ കാര്യങ്ങൾ, എന്നു കണ്ടാലും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കൂല. എന്നാൽ 9 കൊല്ലം ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടിട്ട് ഒന്നും പരിചയപ്പെടാതെ ഒരു ദിവസം നമ്മൾ പരിചയപ്പെട്ടാൽ പിറ്റേന്ന് മുതൽ അയാൾ നമ്മൾ ചിരിക്കാൻ തുടങ്ങും, ചോദിക്കാൻ തുടങ്ങും, വർത്തമാനം പറയാൻ തുടങ്ങും. ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആ ബന്ധം വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നല്ലൊരു ബന്ധം നമുക്കെവിടെയും ഉപകാരപ്പെടും. 2 പ്രയോജനങ്ങൾ ഒരു വിശ്വാസിക്ക് നൽകുന്നതാണ് ഏതൊരു ബന്ധവും, എവിടെയുള്ളൊരു ബന്ധവും. ആ ബന്ധങ്ങളെ സ്ഥാപിക്കാൻ നമ്മൾ എപ്പോഴും മെനക്കെടണം. സഹോദരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ്. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഏതാണ്? അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാ ബിബഅ്ലിൻ ഫീ കിതാബില്ലാഹ് ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. വഉലുൽ അർഹാം, അടുത്ത കുടുംബ ബന്ധങ്ങൾ, അത് ബഅ്ലുഹും ഔലാ ബിബഅ്ലിൻ, ചേർക്കപ്പെടേണ്ട ഏതൊരു ബന്ധങ്ങളിലും ഏറ്റവും അടുത്ത ബന്ധം കുടുംബ ബന്ധമാണെന്ന് എന്നാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുള്ളത്. പടച്ചോൻ പറയുന്നത് ചേർക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധം കുടുംബ ബന്ധമാണ്. സഹോദരങ്ങളെ, ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നല്ലൊരു പ്രയോഗം തന്നെ കേട്ടോ. ചില ആൾക്കാരെന്താ നിങ്ങൾ നാട്ടുകാരായിട്ടൊക്കെ നല്ല ബന്ധം കയറും, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മുഴുവൻ മൂപ്പർ സ്പോൺസർ ചെയ്യും. പക്ഷേ സ്വന്തം അനുജന്മാരും ജ്യേഷ്ഠന്മാരും മക്കളും ബന്ധുക്കളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടാകും. അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹു വെറുതെ പറയില്ലല്ലോ സഹോദരങ്ങളെ, വെറുതെ പറയില്ല. അസ്സദഖത്തു അലൽ മിസ്കീൻ സ്വദഖ, പാവപ്പെട്ടവന് നീ ഒരു ദാനം നൽകിയാൽ
ഒരു ദാനത്തിൻ്റെ പുണ്യം നിനക്കുണ്ട്. എന്നാൽ വഹിയ അലാ ദിൽ ഖറാബ, അത് അടുത്ത ഒരു കുടുംബത്തിനാണ് നീ കൊടുത്തതെങ്കിലോ, ഒരു 100 രൂപ കൊടുക്കുന്നു, അതൊരു മിസ്കീന് കൊടുത്തു, ഒരു സ്വതക്കയുടെ കൂലി നിനക്ക് കിട്ടും. എന്നാൽ ഒരു 100 രൂപ നീ കൊടുത്തു, അത് ഒരു മിസ്കീനാണ്, അതോടൊപ്പം നിന്റെ ബന്ധുവുമാണ് എങ്കിൽ ഇത്നത്താൻ 2 കാര്യമുണ്ട് നിനക്ക്. സിലത്തുൻ വസദഖത്തുൻ, ഒരു കുടുംബ ബന്ധം ചേർത്ത കൂലിയും നിനക്ക് കിട്ടും, ഒരു സ്വതക്കൻ്റെ കൂലിയും കിട്ടും. വെറുതെ അല്ലല്ലോ സഹോദരങ്ങളെ പറഞ്ഞ്. ഒരു 100 രൂപ കൊടുത്തു, അത് അകന്നൊരു മിസ്കീന് കൊടുത്തു, ഒരു സ്വതക്കൻ്റെ കൂലി കിട്ടും. എന്നാൽ ആ 100 രൂപ നീ നിന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്കീന് കൊടുത്താലോ സ്വതക്കത്തുൻ, ഒരു സ്വതക്കയുടെ പ്രതിഫലമുണ്ട്, അതോടൊപ്പം തന്നെ സിലത്തുൻ, ഒരു കുടുംബ ബന്ധത്തിൻ്റെ പ്രതിഫലവുമുണ്ട് എന്നാണ്. വെറുതെ പറഞ്ഞല്ല സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ടവർ. വആതിദിൽ ഖുർബ ഹഖഹു, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് അവൻ്റെ ഹക്ക് കൊടുത്തോൻ. ഹക്ക്. അപ്പോൾ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ പാലിക്കപ്പെടാതെ പോകാതിരിക്കാനുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനം എന്താ പറയുക, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. സാമ്പത്തിക ശേഷിയുള്ളവൻ ആ സമ്പത്ത് കൊണ്ട് കുടുംബങ്ങളോടുള്ള കടമ തീർത്തിട്ടില്ലെങ്കിൽ അയാളേറ്റ് കുടുംബങ്ങൾക്കൊന്നും ബന്ധം ഉണ്ടാവില്ല. നമ്മൾ കടമ നിർവഹിക്കുമ്പോഴല്ലേ ബന്ധം ഉണ്ടാകുക അല്ലേ? ഒരു വാപ്പ എന്ത് വാപ്പയാണ് എന്ന് മക്കൾ ചോദിക്കുക എപ്പോഴേക്കാരം, വാപ്പൻ്റെ ദൗത്യം നിർവഹിക്കാതിരിക്കുമ്പോഴല്ലേ. എന്താ എനിക്കൊരു വാപ്പാനെ കൊണ്ട് കാര്യം എന്ന് ഒരാൾക്കൊരു കുട്ടി ചോദിച്ചാൽ അതിൻ്റെ ഫലം എന്താണ്? വാപ്പ കടമ നിർവഹിച്ചില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലേ സഹോദരങ്ങളെ, നാം നമ്മുടെ കടമകൾ നിർവഹിക്കുമ്പോഴേ ബന്ധങ്ങളെ സ്ഥാപിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബന്ധങ്ങൾ ചേർക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്ന് നമുക്ക് അത് വായിച്ചൊന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ. ഒന്ന്, ഏത് ബന്ധങ്ങളും നിസ്വാർത്ഥമാകണം. നിസ്വാർത്ഥമല്ലാത്ത ബന്ധങ്ങളെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എൻ്റെ വാപ്പാൻ്റെ മക്കളിൽ ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക, ഞാൻ എല്ലാവരും എന്നെ പറ്റി, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ മൊത്തം, വാപ്പുണ്ടായ കാലത്തും കൂടി കാരണവർ ചെയ്ത മാതിരി ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ മെനക്കെട്ടാലോ സഹോദരങ്ങളെ, ആ പറച്ചിലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ആത്മാർത്ഥമാകണം ബന്ധം എന്നാണ്. എത്ര ആളെ ജീവിതം തൊലഞ്ഞു പോയത് നിങ്ങൾ എന്തിന്? കുടുംബത്തിന് വേണ്ടി കോരിച്ചെരിഞ്ഞ് ചിലവാക്കിയാണ്. പക്ഷേ അയാൾ ചിലവാക്കിയത് എന്തിനാണ് നിങ്ങൾ? എന്തിനാണ്? ആ കുടുംബത്തിൻ്റെ ഒരു നാഥൻ അയാളാണെന്ന് പറയപ്പെടാൻ. ഇസ്ലാമിൽ അതിനൊന്നും ഒരു വിലയില്ല സഹോദരങ്ങളെ. വിലയില്ല എന്ന് മാത്രമല്ല, അത് പറയലുണ്ടാവില്ല. അത് പറയലെന്തായാലും അങ്ങനെ പരിശ്രമക്കാർക്കും അങ്ങനത്തെ ഒരു നല്ല പേര് കിട്ടിയ ചരിത്രമില്ല. എന്താ അറിയോ? ആളുകളുടെ സ്വഭാവം എന്താ വെച്ചാൽ, നമ്മൾ കൊടുക്കും തോറും അവരെന്താണ് ഒരു ഔദാര്യമായിട്ടല്ല മനസ്സിലാക്കുക. എന്താണ് അത്? തരാൻ ബാധ്യസ്ഥനല്ലേ. വാപ്പല്ലാത്ത കാലത്ത് പിന്നെ കാരണവരനല്ലേ തരണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്കിന് വരും. അപ്പോഴും ഓല് പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? മൂത്ത കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചെടുത്തപ്പോൾ നമ്മളടുത്ത് കൊടുക്കാണ്ടായിരുന്നു. അപ്പോഴൊക്കെ പൗപ്പത്ത് പാവം വാങ്ങിക്കൊടുത്തു. പക്ഷെ പിന്നെ നമുക്കൊരു കഷ്ടപ്പാട് വന്നു, 10 പാവം കൊടുക്കല്ല. അപ്പോഴും അവർ പ്രതീക്ഷിച്ചു 10 പവൻ കൊടുത്തില്ല നാം. പക്ഷെ മൂത്ത 4 കുട്ടികൾക്ക് കൊടുത്തതും അവർ മറന്നു. കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു, നമ്മളതിൽ പങ്കെടുപ്പിച്ചതേ ഇല്ല. തീർന്നു ആ ബന്ധം അവിടെ അവസാനിച്ച്. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഒരിക്കൽ കൊടുത്തില്ലെങ്കിൽ തീർന്നു സഹോദരങ്ങൾ. പിന്നെ ഈ കിട്ടാൻ വേണ്ടി ഈ ഒരു വിചാരം കൊണ്ടാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടാൽ ആ വിചാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാങ്ങാനും ആൾക്കാർ സമർത്ഥന്മാരാണ്. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനത്തെ ഒരു കാരണവലാകാൻ നമുക്ക് വലിയ കൗതുകം ഉണ്ടെങ്കിൽ നമ്മളെ കാരണവലാക്കി വെക്കാൻ ബാക്കിയുള്ളവരും റെഡിയായിരിക്കും. ഇസ്ലാമിൽ ഏത് പ്രവർത്തനത്തിനും ഉദ്ദേശം പ്രധാനമാണ് സഹോദരങ്ങളെ. ഉദ്ദേശം, ആ ഉദ്ദേശത്തിനെ പറയും. അതുകൊണ്ട് ഇവരിപ്പോൾ നമ്മളെ ബഹുമാനിച്ചെങ്കിലും ഒന്നും പ്രശ്നമല്ല. നമ്മളത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കേട്ടോളി, എന്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നത്? സഹോദരങ്ങളെ, നമുക്ക് സ്വർഗം കിട്ടാൻ, നമ്മളെ കടമ നിർവഹിക്കാൻ, നമ്മുടെ ബാധ്യത തീർക്കാൻ. എന്താ പ്രശ്നം? എങ്ങനെ നമ്മൾ പ്രതികരിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കൊടുത്ത് റെക്കോർഡായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും മഹാത്മാക്കളും എന്തു കാര്യം പറയുമ്പോഴും ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നന്നായിട്ട് പറയലുണ്ട്. അതുകൊണ്ട് ഏതൊരു ബന്ധം സ്ഥാപിക്കുന്നതും എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അത് ഇസ്ലാമിലൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ബന്ധങ്ങളിൽ പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളങ്ങനെ എപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം പ്രതികരണങ്ങളിൽ വരുന്ന പ്രശ്നമാണ്. എവിടെയുള്ള പ്രശ്നം അതാണ്. അതായത് ബന്ധങ്ങൾ നല്ല അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാകും. അപ്പം നമ്മളും അനിഷ്ടകരമായി പ്രതികരിക്കും. ജീവിതത്തിൽ എല്ലാ കുടുംബ ബന്ധങ്ങളെയും വിച്ഛേദിച്ചതിലൊരു വലിയ പങ്ക് ഈ പ്രതികരണങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, സൂറത്ത് അൽ മുഅ്മിനൂൻ വായിച്ചാൽ 2 തരത്തിലുള്ള എതിർപ്പുകളെ ഒരു മനുഷ്യനുണ്ടാവുള്ളൂ. ഒന്ന്, മനുഷ്യന്മാരിൽ നിന്നുള്ള എതിർപ്പ്. സ്വന്തം ഭാര്യയിൽ നിന്നും അയലോക്കത്തു നിന്നും കൂട്ടുകാരിൽ നിന്നും കച്ചവടത്തിലെ പാർട്ട്ണർമാരിൽ നിന്നും ഒക്കെ നമുക്ക് എതിർപ്പുണ്ടാവും.
രണ്ടാമത്തൊരു എതിർപ്പ് ശൈത്താൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുക. ഈ രണ്ട് എതിർപ്പുകൾക്കുമുള്ള പരിഹാരം സൂറത്ത് അൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. ഒന്നാമത്തൊരു എതിർപ്പിന് ഉള്ള പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ, എങ്ങനെ പ്രതികരിച്ചാലും നമ്മൾ മോശമായി പ്രതികരിക്കരുത്. അതാണ് ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. എങ്ങനെ പ്രതികരിച്ചാലും മോശമായി പ്രതികരിക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചാണ്. എന്താ വെച്ചാൽ, ഉമ്മ വളരെ മോശമാണ്, ഒരു നിലക്കും പെരുമാറാൻ പറ്റില്ല. മൂത്ത ജ്യേഷ്ഠന്മാരെ 3 ഭാര്യമാർ പോലെ വീട്ടിലാണ്. ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ച് 3 മാസമായിട്ടുള്ളൂ. അവളെ വീട്ടിൽ കൊണ്ടാക്കി. ഉമ്മാനിട്ട് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ ഉമ്മ എന്തമ്മനെ കാട്ടുകയാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, എന്തമ്മനെ കാട്ടുക? ഞാൻ വിചാരിച്ചിരുന്നു ജ്യേഷ്ഠന്മാരൊക്കെ പരാജയപ്പെട്ടാലും ഞാൻ വിജയിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യനെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിർത്തി കൊണ്ടുപോകുന്നു വാശി പിടിച്ച് കല്യാണം കഴിച്ച ആളാണ്. എനിക്ക് പറ്റൂല എന്ന്. അപ്പോൾ എന്താ സഹോദരങ്ങളെ പരിഹാരമാർഗം? ഖുർആൻ പറഞ്ഞ പരിഹാരം കൊണ്ട് ഏത് അനുസരണക്കേടും നമ്മളോട് എന്ത് മോശമായി ബന്ധപ്പെടുന്ന ആളെയും നമുക്ക് അടക്കി നിർത്താനും പ്രതിരോധിക്കാനും പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, എത്ര അനുസരണമില്ലാത്തവരും എത്ര ദേഷ്യപ്പെടുന്നവരും നമ്മളോട് എങ്ങനെ പ്രതികരിക്കണവരും എങ്ങനത്തെ വാപ്പി ഇമ്മയാണെങ്കിലും ബന്ധം വിച്ഛേദിക്കാതെ കൊണ്ടുപോകാമെന്നാണ്. അതിന് ഖുർആൻ പറഞ്ഞെന്ന മാർഗം എന്താ പറയുക, അവർ മോശമായി നമ്മളോട് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും മോശമായി നമ്മൾ പ്രതികരിക്കും. അല്ലാതിരിക്കണമെങ്കിൽ കഴിയും, നമ്മൾ കൊണ്ട് അതുകൊണ്ട് കഴിയും. ഇങ്ങോട്ട് രാവും പകലും അനാവശ്യവും കരളിന് തട്ടുന്ന വാക്കും ഉപദ്രവവും മാത്രം ചെയ്യുന്ന ആളുകളോട് എങ്ങനെ നമ്മൾ മാത്രം നല്ല വർത്താനം പറയാം? അങ്ങനെ ആർക്കും പറ്റൂ? അങ്ങനെ പറ്റണം എന്നാ പറഞ്ഞു. നമ്മളെ നിരന്തരം വാക്കുകൊണ്ടും കാര്യം കൊണ്ടും ദ്രോഹിക്കുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതിരുന്നാൽ അവർ നമുക്ക് കീഴ്പ്പെടുന്ന ഖുർആൻ പറയണത്. ശൈത്താനിന്ന് രക്ഷ തേടാൻ ഇസ്തിആദത്ത് നടത്തിയാൽ മതി. മനുഷ്യന്മാരെ ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ മോശമായി പ്രതികരിക്കാതിരിക്കുക എന്ന ഇസ്ലാമിൻ്റെ തത്വം. പക്ഷേ അത് എല്ലാവർക്കും ഒന്നും കഴിയൂല കേട്ടോ. കഴിയുന്നവൻ വിജയിക്കും, കഴിയാത്തത് കൊണ്ടാണ് എല്ലാവരും പരാജയപ്പെട്ടത്. ഇത് നല്ലതും ചീത്തയും സമമാകുന്ന പ്രശ്നമില്ല. ഇത് ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കണം. നല്ലതും ചീത്തയും ഒരേമാതിരിയല്ല. ചീത്തക്ക് ചീത്തയാണ് എപ്പോഴും പ്രതികരിക്കാൻ നല്ലത്. ഇങ്ങോട്ട് വിളിച്ചാൽ അതേപോലെ അങ്ങോട്ട് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ സ്വന്തം വാപ്പിനോടും ഉമ്മനോടൊക്കെ ഏറ്റവും മോശമായി സംസാരിക്കേണ്ടി വരില്ല. എപ്പോഴാ വെച്ചാൽ അവരിങ്ങോട്ട് പറയുമ്പോഴാണ്. പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്നിട്ടെന്താ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. എത്ര ശത്രുത ഉണ്ടെങ്കിലും നിങ്ങൾ ആത്മമിത്രങ്ങളാകുന്നു. പടച്ചോൻ പറയല്ലേ, ഒന്നില്ലെങ്കിൽ ആയത്ത് തെറ്റണ്ടേ സഹോദരങ്ങളെ? ആശയം കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു, നിനക്ക് പറ്റുന്നതാണ്. നീ കല്യാണം കഴിക്കുമ്പോൾ തീരുമാനിച്ച എന്താ അമ്മാനെ തെറ്റിക്കാതെ കൊണ്ടുപോകുന്നല്ലേ? പറ്റുന്നാ പറഞ്ഞു. ഇമ്മെന്ത് പറഞ്ഞാലും ഉമ്മനോട് ഒരിക്കലും മോശമായി പ്രതികരിക്കാതിരിക്കുക. മോശമായി പ്രതികരിക്കാതിരുന്നാൽ എത്ര ചില പറയാം സഹോദരങ്ങളെ? ഒന്നും തിരിച്ചു പറയാത്ത ഒരാളോട് എത്രയും പറയാം. പറയണവന് പിന്നെ ദേഷ്യം പിടിക്കുക ചെയ്യുക. നമ്മളൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ പറയുന്നവർക്ക് ദേഷ്യം പിടിക്കും. പറയുന്നവർ ഇതുമ്പോൾ മുന്നോട്ട് പോകണം തരും. കുറേ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പറയുമ്പോൾ ഒരു സമാധാനം, പിന്നെ പറയാൻ എന്താ ഇസ്ലാമിൻ്റെ തത്വമല്ലേ? ഇത് സൂറത്ത് മുഅ്മിനൂനിലല്ല, ഫുസിലത്തുള്ളതാണ്. സൂറത്തുൽ മുഅ്മിനൂനിലും ഇതേപോലൊരു ആയത്തുണ്ട്. അതിൻ്റെ തഫ്സീർ നിങ്ങൾ അമാനിമോനിലെടുത്ത് വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അമാനി പറയുന്നത് ഏത് മനുഷ്യനെ പ്രതികരിക്കാനും ഈ തത്വം പറ്റും. ശൈത്താനെ പ്രതികരിക്കാൻ ഔദു ബിൻ ഹമസാത്തി ഷയാത്തി എന്നുള്ള ആ വാക്കുകൊണ്ടും പറ്റും എന്നതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, പരീക്ഷിച്ച് നോക്കും. ജീവിതത്തിൽ പലരും പരാതി പറയാറുള്ളതാണ്, പരീക്ഷിച്ചാൽ വിജയിക്കും എന്നാണ് മനസ്സിലാവുന്നത്. അതിൽ യാതൊരു സംശയക്കാര്യത്തില്ല. പറയണോ കുഴങ്ങുമോ നിർത്തുന്ന പറഞ്ഞു. അപ്പോൾ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് തത്തുല്യമായ പ്രതികരണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും കണ്ണിയറ്റ് പോയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചാൽ അറിയാൻ പറ്റും നമ്മളെ. അപ്പോൾ ഇങ്ങോട്ട് പറയണത് അങ്ങോട്ട് പറയാൻ ന്യായമല്ല എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. അതുകൊണ്ട് സഹോദരങ്ങളെ, അറ്റുപോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് വരണം. എവിടെയെങ്കിലും നമ്മളൊരു കടുത്ത വാക്ക് പറഞ്ഞൊരു ബന്ധം മുറിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മളെ മനസ്സിൽ ഞാൻ ഓതി വെച്ച ആയത്ത് വന്നാൽ മതി. വഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാ ബിബഅ്ലിൻ ഫീ കിതാബില്ലാഹ് ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. കുടുംബബന്ധം അതാണ് ഏറ്റവും വലിയ ബന്ധം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് നമ്മൾ ആലോചിക്കാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ബന്ധങ്ങൾക്കൊന്നൊരു വിലയും കൽപ്പിക്കാതെ അവനാൻ്റെ കാര്യം നോക്കി നടക്കുന്നവനിൽ ഒരു നന്മയുമില്ല സഹോദരങ്ങളെ. വേണമെങ്കിൽ നമുക്ക് പറയാം അയാൾ ഒരു വിശ്വാസിയല്ല എന്നും പറയുവാണെങ്കിൽ.
അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കണക്ക്. ഈ അവനവൻ്റെ കുട്ടികളും മക്കളും സ്വാർത്ഥമായ അവനവൻ്റെ ജീവിതം മാത്രം. ചില ആൾക്കാർക്കൊക്കെ ഒരു മതിലും കെട്ടി ഗേറ്റും വെച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. സ്വന്തം അനുജന്മാരോ പെങ്ങന്മാരോ ഒന്നും പ്രശ്നമല്ല. അവനവൻ്റെ കുട്ടികളെന്നും മതിമറന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് ജീവിതത്തിലൊന്ന് രുചിച്ച് നോക്കാത്ത ഒരാൾക്ക് മാംസത്തിൻ്റെ പൊതി വാങ്ങുമ്പോൾ ഒരു പൊതി ആ വീട്ടിക്കും ഒരു 150 റുപ്യ അങ്ങോട്ടും എന്ന് ചിന്തിക്കാൻ മനസ്സില്ലെങ്കിൽ നന്മയില്ല മനസ്സിൽ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലാ പറയണത്. നബി സ്വല്ലല്ലാഹു അലൈഹി വഹീ വന്ന് ജിബ്രീലിനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഖദീജ ബി റളിയല്ലാഹു അൻഹ, നബിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന പ്രവാചകൻ്റെ സംരക്ഷകയെന്ന് നമുക്ക് പറയാവുന്ന ആ പ്രിയപ്പെട്ട ഭാര്യ സമാശ്വസിപ്പിച്ച വാക്കുകളുണ്ട്. കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ. പ്രവാചകരെ, അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല, അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കുകയില്ല, താങ്കൾക്കൊന്നും സംഭവിക്കൂല. ഇന്നക ലതസിലുർ റഹം, കുടുംബബന്ധം പാലിക്കുന്നവനാകുന്നു താങ്കൾ. അത് സഹോദരങ്ങളെ, നുബുവത്ത് കിട്ടിയിട്ടുള്ളതല്ലത്, അതാ വ്യക്തിത്വത്തിൻ്റെ ഗുണമാണത്. എവിടെ കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യയെക്കാളും നന്നായി അറിയുന്നവരാരാണ്ടാവുക? വമൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽയൗമിൽ ആഖിർ ഫൽയസിൽ റഹ്മുഹു. അല്ലാഹുവിലും പരലോകത്തിലും ആർക്ക് വിശ്വാസമുണ്ടോ അവൻ കുടുംബബന്ധം പാലിച്ചു കൊള്ളട്ടെ. അപ്പം എന്താ ഈ പടച്ചോലിനും പരലോകത്തിലും വിശ്വാസം കാരണം എന്താ സഹോദരങ്ങളെ? നമ്മളെ ബന്ധങ്ങളെ പാലിക്കണം. ബന്ധങ്ങളെ പാലിക്കാത്തവൻ 5 നേരം പള്ളിയിൽ പോകുന്നു എന്നത് അവൻ അത്ര കണ്ട് അവൻ്റെ മഹത്വത്തെ സമാശ്വസിക്കുവാനുള്ളൊരു വകയല്ല എന്നാണ് പറയണത്. മനസ്സിലേ? കുറച്ചൊരു കാര്യം ഈ രംഗത്ത് കാണേണ്ടതുണ്ട് എന്നാണ് അതിൽ പറയുന്ന ഒരു കാര്യം. പിന്നെന്താ പറയുക, പ്രതികാരമാണ് ഒരു ബന്ധത്തെ ഒരു കാലത്തും വിളക്കി ചേർക്കാൻ പറ്റാത്തതാക്കുന്നത്. പ്രതികാരം ചെയ്യും. ഇത് ഇങ്ങോട്ട് എന്തെങ്കിലും കാട്ടിയാൽ ഒരു അവസരത്തിന് കാത്തുക്കും, എന്നിട്ട് സമയം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ അങ്ങോട്ട് ചെയ്യും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി പറയുന്ന ചില കാര്യങ്ങളുടെ ഹദീസുകളിൽ ഒന്ന്, നബി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയണവനോട് നോ എന്ന് പറയില്ല. നബിനോട് ഒരു പുതിയ കുപ്പായം കിട്ടി, നബി ആ കുപ്പായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരാൾ പറഞ്ഞു, നബി ആ കുപ്പായം എനിക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വഹാബത്തിന് ദേഷ്യം പിടിക്കുകയാണ്. എന്ത്, നബി ഒരു പുതിയ കുപ്പായം കിട്ടി സന്തോഷത്തൊട്ട് വരുമ്പോൾ ചോദിക്കാൻ മടിയില്ലേ എന്നാണ് ആളോട് ചോദിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നബിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. എന്ത് ചോദിച്ചോ അത് കൊടുക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാതെ. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോഴാണല്ലോ ഒരാൾ വിശ്വാസിയാണ്. അതുകൊണ്ട് കൊടുക്കുന്നിടത്ത് ആലോചിക്കാമല്ല, ഇഷ്ടമുള്ളതാണ് കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംശയമല്ല. പക്ഷേ ആ പ്രവാചകൻ്റെ അതേപോലൊരു ഗുണമായിട്ടാണ് പറഞ്ഞത്, ലം യന്തഖിം ലി നഫ്സിഹി ഖത്ത്. ആർക്കാ പറ്റുക? സ്വന്തത്തിന് വേണ്ടി ഒരു പകരം വീട്ടിയിട്ടില്ല. പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഒരാളൊരു കുത്തുനൊരു വാക്ക് പറഞ്ഞു, അപ്പം നമ്മളൊരു വാക്കുണ്ടാക്കി തിരിച്ച് പറയാം അടുത്ത കാണലിൽ മനസ്സിലുണ്ടാവുമല്ലോ അന്ന് എന്നോട് പറഞ്ഞതിനൊരു പ്രതികരണമാണെന്ന്. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ്. സഹോദരങ്ങളെ, മനസ്സിലൊരു പ്രതികാരം നമ്മൾ ഒരാളോട് ചെയ്താൽ അയാൾ മറക്കൂല കേട്ടോ, മറക്കൂല. നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും വിളക്കി ചേർക്കാൻ പറ്റാത്ത, മറ്റേ ആശുപത്രി കൊണ്ടായ അഞ്ഞി തുന്നിയിട്ട് കാര്യമില്ല പറയില്ലേ. ചില മുറിവൊക്കെ തുന്നിയിട്ട് കാര്യം, ചില പൊട്ടിപ്പൊറഞ്ഞൊക്കെ ഞാൻ മുറിച്ച് ഒഴിവാക്കിയ കാരണം നന്നാറില്ലേ. കുടുംബ ബന്ധങ്ങളിൽ വിളക്കി ചേർക്കാൻ പറ്റാത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രതികാരം ചെയ്യാം. ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങോട്ട് ചെയ്യാം. അത് പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ മസ്ലഹത്ത് പറയാൻ ചെന്നാൽ തന്നെ പിന്നെ ഇതാ പറയാം, അന്ന് ഇങ്ങനെ ചെയ്തു, അതിന് ഇന്നെ പകരം ചെയ്തു എന്ന് മനഃപൂർവ്വം പറയും. അതൊരിക്കലും പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊന്നും വരാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ ഒരു സംഭവത്തിന് പകരം ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ചോദിക്കാറുണ്ട്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവളിതും മനസ്സിലിച്ച് കിടക്കുക, അല്ലെങ്കിൽ ഇവനിതും മനസ്സിലിച്ച് കിടക്കുക. പിന്നെ ഇത് ബന്ധ സഹോദരങ്ങളെ, ഒരു ചെറിയ അപാകതയെ 2 ആഴ്ചയൊക്കെ മനസ്സ് കൊണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താ ബന്ധം? ബന്ധത്തിന് എന്ത് പവിത്രതയാണുള്ളത്, ബന്ധത്തിന് എന്ത് മഹത്വമാണുള്ളത്? നമുക്ക് മറക്കാൻ പറ്റണ്ടേ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റണ്ടേ? അതാ സഹോദരങ്ങളെ കാര്യം. അപ്പം എന്താ അറിയൂ, ഇനി പിന്നെന്താ വേറൊന്ന്, അപ്പോൾ ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു തരലുണ്ടോ? നമ്മളിപ്പോൾ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ടൊക്കെ പോടാൻ കൊണ്ടുപോയി മറിച്ചിട്ട് കൊടുക്കണത്? എന്താ ഇപ്പം ഇങ്ങോട്ട് തരല്? ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്, ബന്ധങ്ങളിലെ സ്ഥിരം ചോദ്യങ്ങൾ. അതൊക്കെ ഒക്കെ പാടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മറിച്ചു കൊടുക്കണം. എന്താ ഇപ്പം നമുക്ക് പോലും തന്നത്? ഓ, എത്ര കൃത്യമാണ് ഹദീസൊക്കെ അല്ലേ. ലൈസൽ വാസിലു ബിൽ മുക്കാഫി. ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുടിയിരിക്കലിന് കസേര ഓടുന്നു, അവരെ കുടിയിരിക്കലിന് കട്ടിൽ കൊണ്ടുപോകുക. ഇതാ ബന്ധം സഹോദരങ്ങളെ, ഇതാ ബന്ധം. ഇതല്ല ബന്ധം. ആ ബന്ധത്തിനേക്കാളും ഇടങ്ങേറുള്ള വേറൊരു ബന്ധമല്ല. ദയവ് വിചാരിച്ച് കൊടുക്കരുത് നമ്മളെവിടെ പറയും അല്ലേ. നമ്മൾ വീട് ഇരിക്കണ അന്ന് എന്ത് ചെയ്യും? 4 ആളെ വിളിക്കാൻ പൂതില്ലാണ്ടല്ല, വിളിച്ചാൽ കുടുങ്ങിയിലെ സഹോദരങ്ങളെ. 10 ആളെ വിളിച്ചാൽ 10 സാധനം വരും. പിന്നെ നമ്മളെ ബാധ്യതയല്ലത്.
അഥവാ മരിച്ചു പോയാൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും കുടിയിരിക്കുന്ന സമയത്തോട്. മനസ്സിലായില്ലേ? അത്രയും വലിയ കടാണ്. എന്തിനാ സഹോദരങ്ങളെ നമുക്ക് ആ വീട്ടിലുള്ള സാധനം കൂടി വാങ്ങാനുള്ള പൈസ ഉണ്ടാകുമ്പോൾ കുടിയിരിക്കാൻ നല്ലത്, ഏറ്റവും നല്ലത്. ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതൊക്കെ എന്തൊരു വലിയ ബാധ്യത അറിയങ്ങൾ. അന്നത്തെ കാലത്ത് 2 ഗ്രാം സ്വർണം പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് തന്നോന് ഇന്ന് 2 ഗ്രാം സ്വർണം കൊടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടേക്കാണ്. ഇത്രയും വലിയ ബന്ധങ്ങൾ മുഴുവനും വേദനകളായി മാറുന്ന, ഭാരമായി മാറുന്നൊരവസ്ഥ സൃഷ്ടിക്കാതിരിക്കല്ലേ നല്ലത്. എന്താ ഹദീസിലെ ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം കൊടുക്കുന്നവനല്ല ബന്ധം ചേർക്കുന്നവൻ. വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസല. സഹോദരങ്ങളെ, അറ്റുപോയ ബന്ധത്തെ ഒന്നും കൂടി ചെയ്യാതെ തെറ്റി നടക്കണവന് കൊണ്ടേ കൊടുക്കാനാണ് നമുക്ക് താല്പര്യം. എപ്പോഴും തരുന്നവനല്ല, ഒന്നും തരാത്തവന് കൊണ്ടേ കൊടുക്കാൻ, ഒന്നും തരാത്തവൻ്റെ വീട്ടിൽ പോകാൻ, ഒന്നും തരാത്തവനും ബന്ധപ്പെടാത്തവനും കല്യാണത്തിന് വിളിച്ചാൽ അവിടെ തലേന്നെത്താൻ അവനാണ്. അവർ നമ്മളെത്തുകയുമില്ല. അത് നമുക്ക് ആ സമയത്തൊന്നും പോയി പോരാന്നല്ല, അവിടെയാണ് നമ്മൾ നേരത്തെ എത്തേണ്ടത് എന്നാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് സഹോദരങ്ങൾ അതൊക്കെ. ബന്ധങ്ങളുടെ ആ പാലനത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, എത്ര കാലം അക്രമം ചെയ്താലും സഹിച്ച് നിൽക്കുന്നതാണ്. എന്നെങ്കിലും ഒരിക്കലും നന്നാവുമെന്ന് കാത്തിട്ട് ആരെ കൊണ്ടാ പറ്റുക? എത്ര കാലം, എത്ര കൊല്ലായി ഈ ഉപദ്രവം സഹിച്ച് മുന്നോട്ട് പോകണു. ഇതൊക്കെ ഇനി എന്നെങ്കിലും നന്നാവുമെന്ന് പണ്ഡിതന്മാരെ ഉദാഹരണം പറയാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ക്ഷമയാണ്. 950 കൊല്ലാണ് നേരാകാത്ത ജനങ്ങളെ സഹിച്ചത് എന്നാണ്. നബി ഇസ്ലാമയെ കുറിച്ച് പറയാറുണ്ട്, ഇന്നീല അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിക്കും മൻ യഅ്ബുദുല്ലാഹ്. ഖുറൈശികൾ അക്രമം ചെയ്ത് റസൂലുള്ളാഹിനെ ആട്ടി പുറത്താക്കുന്ന സമയത്ത് നബി ഇസ്ലാം മനസ്സോട് ആഗ്രഹിക്കണം എന്താ പറയുക, ഇങ്ങൾ നന്നായില്ലെങ്കിലും ഇങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു പുതുജനതയുണ്ടാവാൻ ഞാൻ കാത്തിരിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ നന്നായില്ല എന്ന് വരാം, പക്ഷെ നിങ്ങളിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന പുതിയൊരു ജനത വരാൻ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കും. അതാ സഹോദരങ്ങളെ ക്ഷമ. നന്നാവുമെന്നെങ്കിലും ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ ശരിയാവും. ബന്ധങ്ങളെ നന്മയിലാക്കി തീർക്കാൻ ഒരു കാത്തിരിപ്പ് സഹോദരങ്ങളെ അനിവാര്യമാണ്. പിന്നെ എപ്പോഴും എന്താണെന്നറിയങ്ങൾ, ഒരു ബന്ധം മറ്റു പോകാൻ അധികമൊന്നും വേണ്ട, ഒരു അശ്രദ്ധ മതി. നമ്മളിങ്ങനെ നടന്നു പോയി കയറും, നമ്മളെ ഏറ്റവും അടുത്തൊരു ബന്ധു ഇവിടെ കുടുംബക്കാരനോ സുഹൃത്തോ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ അയാളെ കണ്ടിടാനുണ്ടാവില്ല, പക്ഷെ അയാൾ പിന്നെ പറയും തരും മൈൻഡ് ചെയ്യാതെ പോയി എന്നാ പറയാം. അതാ പറയാം ഒരു നോട്ടത്തിൻ്റെ. അതുകൊണ്ടായിരിക്കണം നബി സ്വല്ലല്ലാഹു പറഞ്ഞത് ഒരു ചിരിക്കാൻ അവസരം ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം തരും തൊലാഖത്തുൽ വജ്ഹ് സ്വതക്കല്ലേ. ഒരു പരിചയമുള്ളവനെ കണ്ടെങ്കിൽ എന്ന് മനസ്സ് ആഗ്രഹിക്കണം, അപ്പോഴേ നമ്മൾ കാണുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണൂല, തൊട്ടടുത്തിക്കണോനെയും കാണൂല. ഒരു ചിരിക്കാൻ അവസരം കിട്ടിയാൽ അത് സ്വതക്കയാണ്. അതുമാത്രമല്ല സഹോദരൻ, കെലിമത്തു ത്വയ്യിബ സ്വതക്ക, ഒരു നല്ല വാക്ക് സലാം പറഞ്ഞാൽ സ്വതക്കല്ലേ. ഇപ്പം പരസ്പരം നമ്മൾ നടന്നു പോകുന്നിടത്തും നടക്കുന്നിടത്തൊക്കെ പരിചയമുള്ള മുഖങ്ങളുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് കുറച്ച് ദൂരെയാണെങ്കിലും ചിരിക്കാമെന്നാണ്. സലാം പറയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടി വരും, കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്കൊന്ന് ചിരിക്കാം, ഒന്ന് കൈകൊണ്ട് കാണിക്കാം. ഒരു ബന്ധം അവിടെ പുതുക്കപ്പെടുകയാണ്. ഇനി അയാളെ കാണുക ചിലപ്പോൾ ആഴ്ച, ചിലപ്പോൾ ഇനി അയാൾ കണ്ടോളൊന്നുമില്ല, ചിലപ്പോൾ അയാൾ നമ്മളെ വന്ന് കാണുകയാണ്, ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് ചിരിക്കാൻ അവസരമുള്ളത് നഷ്ടപ്പെടുത്തണ്ട, ഒന്ന് സലാം പറയാൻ അവസരമുള്ളത് നഷ്ടപ്പെടുത്തണ്ട എന്നാണ്. അതേപോലെ തന്നെ നല്ല വാക്കുകൾ, ഒരു വിശേഷ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചാൽ ഒന്ന് ഫോൺ ചെയ്യുക. വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് നമ്പർ നോക്കിയാൽ കിട്ടും. അത് ഇന്നൊരാളോട് ഞാൻ പറയേണ്ടതുണ്ട്, എനിക്കൊരു പേരക്കുട്ടി ജനിച്ചു, ഞാൻ പറയേണ്ടതുണ്ട് ഇന്നൊരാളോട്, എനിക്ക് ഇന്നൊരു കാര്യം സാധിച്ചു, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ പറയേണ്ടതുണ്ട് ചില ആളുകളോട്. ജോലി കിട്ടിയ സന്തോഷം പറയാൻ ഒരു പക്ഷേ സഹോദരങ്ങളെ 2 സെക്കൻഡിന് ഒരു 10 ഫോൺ ചെയ്താൽ ആ ബന്ധം ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ അവൻ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ് എന്ന് അയാൾ പറയും. വെറുതെ അല്ല അത്. ബന്ധങ്ങളുടെ ഒരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ബന്ധങ്ങളെ സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കാണാനൊരു ദിവസം, അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടി നമ്മൾ കാണാനൊരു ദിവസം, വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ഒന്ന് പിന്നെ കാരണവരത്ത് പോവുക, എല്ലാ ദിവസവും ഒന്ന് ഇങ്ങനെ മകൻ്റെ കൂടെ പോവുക, അങ്ങനെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം സമയം അങ്ങനത്തോലൊക്കെ ആ ബന്ധങ്ങളെ സ്ഥിരം പാലിച്ചു പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഓല ആ ദിവസം വന്നാൽ അവിടെ പോവും. പോകാൻ ദിവസം വെച്ചില്ലെങ്കിൽ പോക്കുണ്ടാവില്ല സഹോദരങ്ങളെ. ഏത് ബന്ധങ്ങൾക്കും അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ, ചില നിശ്ചയങ്ങൾ, ചില തീരുമാനങ്ങൾ, അതൊക്കെ വേണമെന്നാണ് പരസ്പരമുള്ള ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ ബന്ധങ്ങൾക്ക് ശരിയായ രൂപമുണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം എന്നാണ്.
ബന്ധങ്ങളിൽ അപകടങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിച്ചോളി എന്നാണ്. അങ്ങനെയാണ് നമ്മളൊരു കുടുംബം ഒന്നായിട്ട് ബന്ധമാകുമ്പോൾ സഹോദരങ്ങളെ, അതിലിപ്പോൾ നമ്മളെ മക്കൾക്ക് മഹറമല്ലാത്ത ആൾക്കാരുണ്ടാവും. അന്യാണും അന്യ പെണ്ണും കൂടിച്ചേരാൻ അവസരം കിട്ടും, ഫോൺ ചെയ്യാൻ അവസരം കിട്ടും, ബന്ധപ്പെടാൻ അവസരം കിട്ടും. അതൊക്കെ എന്തായിരിക്കും, അപകടകരമായ അവസ്ഥകൾ ഉണ്ടാക്കും. യോജിക്കണം. അതിനിപ്പോൾ ഒരു നിലക്കും നമ്മളെ കുട്ടികൾക്ക് മഹറമല്ലാത്ത അന്യരായ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്ന് ദിവസങ്ങളോളം താമസിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ മര്യാദകളെ വിട്ടുകളയാതെ പാലിക്കുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏത് ബന്ധങ്ങളെയും നിലനിർത്താൻ നമുക്ക് പറ്റും. ഒരു പക്ഷേ ഇതിലേറെയൊക്കെ പ്രാധാന്യപൂർവ്വം പറയേണ്ട ഒരു ഹെഡിങ് ആണ് സഹോദരങ്ങളെ ഇതിനോട് അനുബന്ധമായി ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ കുടുംബങ്ങളിൽ പിളർപ്പുകളും വിള്ളലുകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിൽ ചില ജീവിതാനുഭവങ്ങൾ സഹോദരങ്ങളെ നമ്മളോട് ചില യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ 1, 2, 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഈ സന്ദർഭത്തെ, ഈ സമയത്തെ ഉപയോഗപ്പെടുത്താൻ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത, സൂക്ഷിക്കാത്ത ചില കാര്യങ്ങൾ എനിക്കും ഇങ്ങൾക്കൊക്കെ വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഒരു 4 പതിറ്റാണ്ട്, ഒരു 40 കൊല്ലം ജ്യേഷ്ഠാനുജന്മാരായി നമ്മൾ ജീവിച്ചു. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, സ്വത്ത് വിഹിതം വെക്കുകയാണ്. സഹോദരങ്ങളെ, ചെറിയൊരു സൂക്ഷ്മതക്കുറവ് സംഭവിച്ചാൽ മതി, 40 കൊല്ലം തുടർന്നു വന്ന ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം ആ അനന്തരാവകാശം ഓഹരി വെക്കുന്ന അന്ന് അവസാനിക്കും. അത് അവസാനിക്കാതിരിക്കാൻ ഈ അനന്തരാവകാശത്തിൻ്റെ പേരിൽ എത്രയെത്ര ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. കാര്യങ്ങൾ ധാരാളക്കണക്കിന് ബന്ധങ്ങൾ തകർന്നു പോകും. അതിൽ വലിയൊരു പങ്ക് ഈ മാതാപിതാക്കൾക്കാണ്, ഈ സ്വത്തിൻ്റെ ഉടമസ്ഥന്മാർക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു, ഒരു വയസ്സായ ഒരു സ്ത്രീ. അവർക്ക് എന്താ വെച്ചാൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല. കാരണം ഭർത്താവ് മരിച്ച് വാപ്പാൻ്റെ സ്വത്തൊക്കെ മക്കൾക്ക് കിട്ടിയപ്പോൾ മക്കളെ മുഴുവൻ കണ്ണ് ഉമ്മാൻ്റെ സ്വത്തുമ്മേ. ആലോചിക്കണങ്ങളെ അവസ്ഥ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ ഉമ്മാൻ്റെ സ്വത്തുമ്മേ അവകാശം പറഞ്ഞു വന്നിരിക്കാൻ. അവകാശം പറഞ്ഞ എങ്ങനെയെന്ന് വിചാരിച്ചാൽ, ഉമ്മ ഏതോ ഒരു മകന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊരു സംഖ്യ കൊടുത്തിരുന്നു. അപ്പോൾ അവൻ്റെ അവകാശം അവനെങ്ങനെ ഒറ്റ കൊടുക്കുക, ഞമ്മക്കൊക്കെ അവകാശമില്ലേ എന്നാ അപ്പോൾ ഉന്നയിക്കണം. മനസ്സിലായി? അതിന് ആ സ്ത്രീനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സ്ത്രീ മകളുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. ആലോചിക്കുകയാണ്. മകളുടെ വീട്ടിൽ പോയി താമസിക്കുക, ആ മക്കളെ പേടിച്ചിട്ട്. അപ്പം ഞാൻ ആ ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ ഓരോട് പറയേണ്ട ഒരൊറ്റ വാക്കാണ്. ഏതായാലും ഇപ്പം നിങ്ങൾ പ്രയാസത്തിലാണ്, ഒരു വാക്ക് പറയാം. എന്ത്? എൻ്റെ സ്വത്തുനിന്ന് 5 പൈസ മക്കൾക്കൊന്നും കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കൈ കൊണ്ടൊരു ഒപ്പ് ഞാൻ അതിന് വേണ്ടി ഇടൂലെന്നാണ് തീരുമാനിച്ചാൽ പറഞ്ഞാൽ മതി. പിന്നെ ആ പൂതി ഉണ്ടാവില്ലല്ലോ മനസ്സിൽ, പിന്നെ ഉണ്ടാവില്ലല്ലോ. അത് കിട്ടൂല, ഞാൻ തീരുമാനിച്ചു എന്നാണ്. എൻ്റെ കാലശേഷം നിങ്ങളെങ്ങനെ ചെടുത്തോളി, ഇസ്ലാമിൻ്റെ ശരഅ് പ്രകാരം ഒരാൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. പിന്നെ സഹോദരങ്ങൾ, ഇസ്ലാമിൽ എന്താ ഇപ്പോൾ ഏതെങ്കിലും ഒരു മകന് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ഉമ്മക്കോ വാപ്പക്കോ കുറച്ച് കൊടുക്കേണ്ട പ്രശ്നം ഉണ്ടാവും. മക്കളോട് നീതി കാണിക്കണം എന്നാണ്. നീതി കാണിക്കണം, കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. ഇനി അഥവാ കൊടുത്താൽ എൻ്റെ സ്വത്തല്ല എനിക്ക് കൊടുത്തൂടെ. അപ്പോൾ ഈ അവകാശം പറഞ്ഞ് ദ്രോഹിക്കുന്ന മകനോടും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എത്ര സ്ഥലമുണ്ട്? 20 സെൻറ്റ്. അതിൻ്റെ മൂലമൊക്കെ ഒരു 5 സെൻറ്റ് ഇപ്പം നിങ്ങൾ കുടുങ്ങി ഞങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മക്കൾ വന്നിട്ട് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ വിൽക്കൽ? നിങ്ങളെ കാലശേഷം ഞങ്ങൾക്കില്ല അല്ലേ, നിങ്ങളെങ്ങനെ വിൽക്കുക എന്ന് നിങ്ങളോട് വന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ വെച്ചാൽ? അയാൾ 20 സെൻറ്റ് 5 സെൻറ്റ് അയാൾ വിൽക്കുകയാണ് കുടുങ്ങിയിട്ട്. അപ്പോൾ മക്കൾ വന്ന് കയ്യും പിടിച്ച് ചോദിക്കുകയാണ്, എങ്ങനെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കൽ? നിങ്ങളെ കാലശേഷം ഞങ്ങൾക്കുള്ളതല്ലേ പറഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എന്തേ? കാരണം ഇതന്നെയല്ലേ ഉമ്മാൻ്റെ അവസ്ഥ, ഇതന്നെയല്ലേ നിങ്ങളുടെ ഉമ്മാൻ്റെ അവസ്ഥ? സഹോദരങ്ങളെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. പിന്നെ ഏറ്റവും വലിയ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അനന്തരാവകാശം ഓഹരി വെക്കുന്ന ആൾക്കാർ. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ ഓഹരി വെക്കുക. ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ആ പെൺകുട്ടി അവളുടെ ഉമ്മയല്ല എന്ന് എൻ്റെ ഭാര്യ, വേറൊരു സ്ത്രീയാണ്, അതിനെനിക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ ഇപ്പം എന്നോട് എല്ലാ ബന്ധുക്കളും എൻ്റെ മകളും എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ, എൻ്റെ സ്വത്ത് മുഴുവനും എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടെന്ന്. മോള് പറയും, എനിക്ക് വേണ്ട, നിങ്ങളുടെ സ്വത്ത് മുഴുവൻ നിങ്ങളുടെ ബ്രദറിൻ്റെ പേരിൽ എഴുതി വെക്കണം എന്നാണ്. അയാളുടെ ജ്യേഷ്ഠൻ്റെ പേരിൽ എഴുതി വെക്കണം കംപ്ലീറ്റ് സ്വത്ത്. കുടുംബത്തിൻ്റെ ഒന്നിച്ചുള്ള സമ്മർദ്ദം. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാനെങ്ങാനും എഴുതി വെച്ചാൽ ഇനി എൻ്റെ ഭാര്യനെ ഇവിടുന്ന് പുറത്താക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അപ്പം ഇന്ന് വായിച്ചിക്കേണ്ടതാണ്. അപ്പോൾ ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ പറയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്ത് മക്കൾക്ക് കൊടുക്കേണ്ട ഒരാവശ്യമല്ല. ഒരാൾ കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷെ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, ഒരു പൈസയും കൊടുക്കരുത്, നിങ്ങളെടുത്ത് വെച്ചോളി. നിങ്ങളുടെ മരണശേഷം അനന്തരാവകാശികൾ ആർക്കാണോ അർഹത അവരെടുത്തു കൊള്ളട്ടെ എന്നാണ് മറുപടി പറഞ്ഞത്. സഹോദരങ്ങളെ, വലിയൊരു തത്വമാണത്. കാരണം തരുമോ,
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയൊക്കെ അവിടെ ആ മൂലക്ക് ആയിക്കോട്ടെ, ആൺകുട്ടിയൊക്കെ ഇവിടെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴൊക്കെ തന്നെ പോലെ നമ്മളെ കണക്കാക്കും. എന്ത് ചെയ്യും? അത് വാപ്പ എന്ത് ചെയ്തു, പിന്നെ ചെറിയോന് കുറച്ച് കിട്ടാൻ വേണ്ടി ഒക്കെ എൻ്റെ എല്ലാം ഏർപ്പാടും ചെയ്തു. പിന്നെ മരിച്ചോളം എന്നെ കാണുന്നത് അങ്ങനെയല്ലേ, ഞാൻ എന്തിനാ കൊടുക്കണേ? ഞാൻ എത്ര നീതി പാലിച്ചാലും ആക്ഷേപിക്കാറ്. ഞാൻ മരിച്ചിട്ട് പോലും തീരുമാനിച്ചോട്ടെ, ആണിനേതാ പെണ്ണിനേതാന്ന് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ലല്ലോ മരിക്കോളം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാണ്ടാവും. ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ സ്വത്ത് ഓരൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഓരോ സ്ഥലം ഞാൻ നിർണ്ണയിക്കണ്ടേ? ഞാൻ നിർണ്ണയിക്കുമ്പോൾ അവരിൽ ഒരാൾ അസംതൃപ്തനാണെങ്കിലോ എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞിച്ച് പോയാലോ? ഞാൻ മരിച്ചങ്ങൾ ഇങ്ങനെയൊക്കെ വിഹിതം ചെയ്യേണ്ടത്. സഹോദരങ്ങളൊക്കെ പ്രശ്നമാണ്. പിന്നെ വിഹിതം ചെയ്യുന്നവർക്കും പ്രശ്നമുണ്ട്. എന്താ നിങ്ങൾ വിഹിതം ചെയ്യുമ്പോൾ സ്ഥലത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തണം. അത് നമ്മൾ നടത്തരുത്. നമ്മൾ നടത്തുമ്പോൾ എന്താ ഉണ്ടായാൽ നമുക്കനുസരിച്ച് ചെയ്തു എന്ന് പറയും. അതിന് നീതിനിഷ്ഠ പ്രകാരം ചെയ്യാവുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ വിഷയത്തിന്, അതായത് ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ 10 ലക്ഷം രൂപ വരുന്നതും ഇപ്പുറത്ത് 10,000 രൂപ വില വരുന്നതും ഉണ്ടാവും. ഒക്കെ അങ്ങനെ സെൻറ്റ് നോക്കി ഓഹരി വെച്ചാൽ പോരല്ലോ. വില നിർണ്ണയിക്കണം. ഈ വില നിർണ്ണയിക്കേണ്ടത് ആരാണ്?